നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ ഡിവൈൻ എനർജി എന്താണെന്നുള്ളതാണ്. ഇത് നിങ്ങൾക്കുള്ള എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം കണക്റ്റഡ് ആകുന്നതും ഇനി മുന്നോട്ടേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നതെന്നും നിങ്ങൾ ആഗ്രഹിച്ച ഏത് സിറ്റുവേഷൻസാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതെന്നും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെയധികം ഫോക്കസ് ചെയ്യേണ്ടത്, വളരെയധികം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കാര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതെല്ലാം നമ്മൾ ഈ ഒരു എനർജിയിലേക്ക് കണക്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണണം. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് വളരെ പോസിറ്റീവായിട്ടൊരു റീഡിങ്സ് ലഭിക്കണമെങ്കിൽ, അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ, പേഴ്സണൽ റീഡിങ്സിന് പേയ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ലൊരു തീരുമാനം എടുക്കാനും കാര്യങ്ങളെ മനസ്സിലാക്കാനും വ്യക്തിബന്ധങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളുടെ കറൻറ്റ് സമയം മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, അഫർമേഷൻസ് എഴുതുക. മണി അഫർമേഷൻസ് തീർച്ചയായിട്ടും എല്ലാ ദിവസവും നിങ്ങളത് പറയുക. 108 തവണയെങ്കിലും നിങ്ങൾ ഒരിക്കൽ പോലും മുടങ്ങാതെ മണി അഫർമേഷൻസ് പറയുക. അതുപോലെ തന്നെ ലൈഫിൽ പോസിറ്റീവായ കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യുക. നമ്മുടെ ചിന്തകൾ എന്താണോ അതാണ് നമ്മുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റിംഗ് ആവുന്നത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് നിങ്ങൾ സ്വപ്നം കാണുക. അതായത് അതിനെക്കുറിച്ച് വളരെ ശക്തമായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ നേടിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. ഫസ്റ്റ് തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെയധികം ഒരു സമ്പൽ സമൃദ്ധി, ഒരു സമാധാനം, ഒരു സന്തോഷം, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് വല്ലാതെ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു നല്ലൊരു മൂഡാണ്, വളരെ നല്ലൊരു മൂഡ് ചേഞ്ചിങ് എനർജി എന്ന് പറയാം. അതായത് ഇന്നലെ വരെ എന്താണോ അതിൽ നിന്നും ഒരു പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ്, ഒരു മതിമറന്ന സന്തോഷത്തിൻ്റെ ഒരു ടൈമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു എനർജിയെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നൊരു പ്രാധാന്യമുണ്ട്. അതായത് നിങ്ങളൊരു അബണ്ടൻസ് ആണ്, നിങ്ങളൊരു ഫ്രീ എനർജിയാണ്, ഒരു ഫ്രീ ബേഡാണ്. അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വളരെയധികം അത്ഭുതമായിട്ട്, മറ്റുള്ളവർക്ക് നിങ്ങളോട് ഇന്ന് വല്ലാതെ ഒരു അട്രാക്ഷനും നിങ്ങളെക്കുറിച്ച് വല്ലാതൊരു ക്യൂരിയോസിറ്റിയും, അല്ലാതെ നിങ്ങൾ ഇന്നൊരു സ്പെഷ്യൽ എനർജിയിലാണ് ഇന്നത്തെ ആ ദിവസത്തിൻ്റെ തുടക്കം തന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേട്ടോ. വളരെ സ്പെഷ്യലായൊരു വ്യക്തിയായി തീരുന്ന, സ്പെഷ്യലായിട്ടുള്ള ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്പെഷ്യൽ എനർജിയാണ്. ശക്തമാകുന്നൊരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. വളരെ പ്രഷ്യസ് ആയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നുണ്ട്. മാത്രമല്ല ഒരു സമാധാനമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന. ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ഇന്ന് നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടാവാം, മീറ്റ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നുണ്ടാവാം. ഒരു ശക്തമാകുന്ന പ്രൊട്ടക്ഷൻ, ഒരു എന്താ പറയുക, നമുക്ക് ശക്തമാകുന്ന ഒരു സപ്പോർട്ട് കിട്ടുന്നൊരു ദിവസം, ഇമോഷണൽ സപ്പോർട്ട് കിട്ടുന്നൊരു ദിവസം. മാത്രമല്ല നിങ്ങളിൽ തന്നെയുള്ള പല കാര്യങ്ങളും ഇതിൻ്റെയും ഗുണം, നിങ്ങൾക്കുള്ള പല കാര്യങ്ങളുടെ ഒരു പക്ഷേ അറിവായിരിക്കാം, സൗന്ദര്യമായിരിക്കാം, ഫിനാൻഷ്യൽ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയുള്ള ചില പോസിറ്റീവാകുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, ഒരു പോസിറ്റീവ് വൈബ് ഫീലിങ്സ് ആണ് നമുക്ക് കാണുന്നത്. അപ്പം നിങ്ങളിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും ഇന്നത്തെ ദിവസം പ്രയോജനപ്പെടുന്നു. നിങ്ങളുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ശരിക്കും ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് കേട്ടോ. ഒരു പുനർജന്മം പോലുള്ള ഒരു ദിവസമായിട്ടാണ് നമുക്ക് ഇന്നത്തെ ദിവസത്തെ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്കിനി ലഭിക്കില്ല, അത് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഇതെനിക്ക് അർഹതയുള്ളതല്ല എന്ന് ചിന്തിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് അർഹതയുള്ളതാണ്, അത് നിങ്ങൾക്കുള്ളതാണ് എന്നുള്ള വ്യക്തമായ ഒരു തിരിച്ചറിവ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷനാണ് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടോ. ഏറ്റവും സമാധാനപരമായിട്ട് പറയാൻ പറ്റുന്നത് നിങ്ങൾ ഇന്ന് പ്രൊട്ടക്റ്റഡ് ആണ്. ഏത് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങൾക്ക് ഇന്നൊരു പ്രൊട്ടക്ഷൻ ഫീലിങ്സ് ആണ് കാണുന്നത്. ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവലിംഗ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക്, അതായത് വിദേശവാസമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടൊക്കെ വെയിറ്റിംഗ് ചെയ്യുന്നവർക്ക്, എന്തെങ്കിലും പേപ്പർ വർക്കുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ സ്റ്റക്കായിട്ട്
ആയിട്ട് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുന്നവർക്ക് എല്ലാം വളരെ സ്മൂത്തായിട്ട് നടന്ന് കിട്ടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. വളരെ പ്രഷ്യസ് ആയ ഒരു എനർജിയാണ്. ദേവീക്ഷേത്രമൊക്കെ ഇന്ന് ദർശനം നടത്തുന്നതൊക്കെ നല്ലതാണ് നിങ്ങളുടെ വിശ്വാസപ്രകാരം. അത് അബണ്ടൻസ് ആണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു വല്ലാതെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു ചേഞ്ചിങ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നത്. ഒരു റീയൂണിയൻ പ്രസൻസ്, നിങ്ങളിൽ നിന്ന് വിട്ടുപോയവരോ അല്ലെങ്കിൽ പുതിയ ചില വ്യക്തികളുടെയൊക്കെ ഒരു റീ എൻട്രി നിങ്ങളുടെ എനർജിയിൽ കാണുന്നുണ്ട്. ചിലരൊക്കെ ഇന്ന് നിങ്ങളിലേക്ക് വരുന്നു. ഇമോഷണലി നിങ്ങൾ ഇന്നൊരു സെലിബ്രേഷനൊക്കെ കണക്റ്റഡ് ആകുന്നു. കുറേ ബെർഡൻ ഇന്ന് ഇറക്കി വെക്കുന്നു. ഇന്നലെ വരെ നിങ്ങൾ ചുമന്നുകൊണ്ട് നടന്ന ചില ഭാരങ്ങൾ, ചില ഓർമ്മകൾ എല്ലാം ഇന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇറക്കി വയ്ക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ ലൈഫിൽ നിങ്ങൾക്ക് ശരിക്കും തീരുമാനങ്ങൾ എടുക്കാം എന്നല്ലെങ്കിൽ തീരുമാനങ്ങൾ, ഞാൻ ഓക്കെയാണ്, എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും, എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് ചിന്തിച്ച് ആവശ്യമില്ലാത്ത രീതിയിൽ ആവശ്യമില്ലാത്ത ഭാരം ചുമന്നിരുന്ന നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് കഴിയും എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറുന്നു എന്നുകൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്കിവിടെ വന്നിരിക്കുന്നത് 7 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് കേട്ടോ. 7 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കതിനകത്ത് ഏറ്റവും നല്ലത് നോക്കി സെലക്ട് ചെയ്യാനും പറ്റും കേട്ടോ. അതൊരു ഇമോഷണൽ അബണ്ടൻസ് ആയിരിക്കാം. പുതിയ ഏതെങ്കിലും ഇമോഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു ലവ് നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇമോഷണൽ ബ്ലെസ്സിങ്സ് കൂടി ഇന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ഹൃദയം, ആ ഒരു ഹൃദയം എന്ന് പറയുന്ന ഒരു ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അതായത് നമുക്ക് സന്തോഷം, മതിമറന്ന ഹാപ്പിനെസ് നിങ്ങൾക്ക് ലഭിക്കുമ്പം അവിടെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം പോസിറ്റീവായിരിക്കും. നമ്മളൊരു ഡൗൺ എനർജിയിൽ, ലോസിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ തീരുമാനങ്ങളെല്ലാം തെറ്റോ ശരിയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനർജിയിലേക്ക് പോകുന്നത്. അതേസമയം ഇമോഷണലി നമ്മൾ ഏറ്റവും ഹൈ ലെവൽ എനർജിയിൽ നിൽക്കുമ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും, ഏറ്റവും നല്ലത് സെലക്ട് ചെയ്യാൻ പറ്റും, ഏറ്റവും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും, ഏറ്റവും രീതിയിൽ പുതിയ കാര്യങ്ങളെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാനും ചിന്തിക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു എനർജിയിലേക്ക് നമുക്ക് കാണേണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു ലൈഫിൽ, അല്ലെങ്കിൽ ഈ ഒരു മാസമൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് കടന്നു പോകേണ്ടത് എന്നുള്ള നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾക്ക് വേണ്ടതും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് ഉപകാരപ്പെടുന്നതുമായ തീരുമാനങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. വളരെ ശക്തമാകുന്ന ഒരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങൾക്കിന്ന് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. വളരെയധികം ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ ഒരുപാട് എല്ലായിടത്തും ഇങ്ങനെ കണക്റ്റഡ് ആകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഒന്നിനോടും പേടി തോന്നാതെ ആരുടെയും, അതായത് ഈ വൈകാരികമാകുന്നതിൽ അടിമപ്പെടുന്ന വ്യക്തികളുണ്ട്. അതായത് ആ വ്യക്തി എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ അവരോട് അത് പറഞ്ഞാൽ എന്ത് ചിന്തിക്കും, ഇവരുടെ അടുത്തുനിന്ന് ഇത് ചെയ്തില്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്ത, നമ്മൾക്ക് നമ്മളെക്കാൾ വാല്യൂ നമുക്ക് ചുറ്റുമുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, നമുക്കൊരു കാര്യത്തിലൊരു കറക്റ്റ് തീരുമാനം എടുക്കാതെ മറ്റുള്ളവർക്ക് പെയിൻ ഉണ്ടാകുമോ എന്ന് ചിന്തിച്ച് നമ്മളുടെ ശരിയായ തീരുമാനങ്ങൾ പോലും തെറ്റാക്കി കളയുന്നൊരു സിറ്റുവേഷൻസ് വരുന്നത്. അതേസമയം സെൽഫ് ലവ് എനർജിയിലേക്ക് മാറുന്നൊരു പേഴ്സണ് ചുറ്റുമുള്ളവരെ ഒന്നും കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നതല്ല ഉദ്ദേശിച്ചത്. നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ലൈഫിൽ വേണ്ടതിനെ സെലക്ട് ചെയ്യാൻ പറ്റും, വേണ്ട കാര്യങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ആ ഒരു എനർജിയാണ് ഇന്ന് വളരെ മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടിയും അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ പവർ, ബുദ്ധിപൂർവ്വം നിങ്ങൾ കാര്യങ്ങൾ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് വരുന്നു. അതായത് നിങ്ങളുടെ സമയം മാറുന്നു, ക്രൗൺ ചക്ര ചേഞ്ചിങ് വരുന്നു, വിധി ചേഞ്ച് ആകുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെയധികം ക്ലാരിറ്റിയും വ്യക്തതയും ഉള്ളതായിരിക്കും. പറയുന്ന കാര്യങ്ങളും വളരെയധികം ക്ലാരിറ്റിയും വ്യക്തതയും ഉള്ളതായിരിക്കും. ദ ഹയറോഫൻറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു മധ്യസ്ഥതയുടെ ആവശ്യം ചിലരുടെ എനർജിയിൽ ഇന്ന് കാണുന്നുണ്ട്. അത് ലീഗൽ പരമായിട്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ മതപുരോഹിതന്മാരുടെ പ്രസൻസിലാവാം. നിങ്ങൾക്കൊരു മധ്യസ്ഥ ചർച്ച, അതൊരു ഫിനാൻഷ്യൽ സംബന്ധിച്ചോ ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ കണക്ട് ചെയ്തോ പാർട്ട്നേഴ്സിൻ്റെ എനർജിയെ ബേസ് ചെയ്തോ ആയിരിക്കാം ഒരു മധ്യസ്ഥത. അതായത് നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്കായിട്ടിരുന്ന
തുറക്കാൻ പറ്റാത്ത വിധം ഒരു ഡോർ ക്ലോസ് ആവുന്നു എന്ന് പറയുമ്പോൾ, അതായത് താക്കോല് നഷ്ടപ്പെട്ട ഒരു അടഞ്ഞ വാതിലിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പോലെ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റുന്നു. മറ്റൊരാളുടെ ഗൈഡൻസിലൂടെയാണ് അത് നിങ്ങൾക്ക് സാധിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ഇന്ന് ലഭിക്കുന്നുണ്ട്. കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒരു മധ്യസ്ഥത, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ നല്ലൊരു മറ്റ് നിങ്ങളുടെ മാർഗങ്ങൾ എന്താണ്, അത് ആ രീതിയിൽ പോയാൽ നിങ്ങൾക്ക് എന്താണ് വന്നു ചേരാൻ പോകുന്നത്, ഇങ്ങനെയുള്ള ചില ഗൈഡൻസുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്ലസ് നമുക്കിവിടെ അതൊരു സൺ റൈസിങ് ആണ് കാണിക്കുന്നത്. അതായത് ഒരു വലിയ വിജയം, ഒരു അത്യുജ്വലമായ വിജയമാണ് കാണിക്കുന്നത്. എംബറസ് എനർജിയുടെ സിറ്റുവേഷൻസും വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ തർക്കങ്ങളോ തകർച്ചകളോ കൺഫ്യൂഷനോ ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തികളാണെങ്കിൽ, അതായത് നിങ്ങൾ എന്തിലേലുമൊക്കെ ചെന്ന് പെട്ടുപോയിട്ടുണ്ട്, ട്രാപ്പ് എനർജിയിലൊക്കെ പെട്ടുപോയ വ്യക്തികൾ, നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ശരിയായിട്ട് എടുത്ത തീരുമാനങ്ങളാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ എടുത്ത ചില ആക്ഷൻസിലൊക്കെ നിങ്ങൾക്ക് ബ്ലോക്കേജ് വന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വലയത്തിൽ പരമായിട്ട് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ഇമോഷണലി പെട്ടുപോയിട്ടുള്ള പ്രണയബന്ധങ്ങളിലോ മറ്റു ബന്ധങ്ങളിലൊക്കെ നിങ്ങൾ കുടുങ്ങിപ്പോയിട്ടുള്ള വ്യക്തികളാണ് എങ്കിൽ എംബറസ് എനർജിയാണ് വന്നിരിക്കുന്നത്. അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റും. അതായത് നിങ്ങളെ ഇരയാക്കിയ, നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത വ്യക്തികളുടെ മുന്നിൽ നിങ്ങൾക്ക് ഇന്ന് മുതൽ ഒരു നല്ല പൊസിഷൻ ഉണ്ടാവുകയാണ്. നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആൾ കൊള്ളാമല്ലോ എന്ന് പറയാൻ പാകത്തിനുള്ള പ്രൗഡായ ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ മാറുന്നത്, അതായത് മറ്റുള്ളവർക്ക് നിങ്ങളോട് റെസ്പെക്റ്റ് തോന്നുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ ചേഞ്ച് ആകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു പക്ഷേ നിങ്ങളെ തെറ്റിദ്ധരിച്ച പലരും ഉണ്ടാവാം, നിങ്ങളെ ഒറ്റപ്പെടുത്തിയ പലരും ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ കൽപ്പിക്കേണ്ട ആവശ്യമില്ല, ഇതൊരു അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇവർക്ക് അത്രയ്ക്ക് വലിയ കഴിവില്ല, അല്ലെങ്കിൽ അവർക്ക് നേതൃപാഠവുമില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ ഡൗൺ ആക്കി നിന്നിരുന്ന ചില ഇടങ്ങളിൽ, അതായത് ഒരു ഇരയാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെയും കൂടി മറ്റുള്ളവരുടെ എനർജി നെഗറ്റീവായിട്ട് നമ്മളിലേക്ക് വരുമ്പം നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂടി നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നിങ്ങളും സ്വയം ഒരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് നെഗറ്റീവ് തോട്ട്സ്, അതായത് എന്ത് ചിന്തിക്കുന്നതും നിങ്ങൾക്ക്, അതായത് ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സംശയത്തോടു കൂടി കാണേണ്ടി വരുന്ന ഒരു എനർജി, നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ പോലും വിശ്വസിക്കാൻ തോന്നാത്ത വിധമുള്ള ചില ട്രോമാസ് എനർജിയിലൂടെ കടന്നു പോന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, സ്വയം ഒരു ബന്ധനം, നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു ബന്ധനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവിടെ നിന്നുമാണ് നിങ്ങൾ പുറത്ത് കടക്കുന്നത്. എംബറസ് എനർജിയിലേക്കാണ് വന്നിരിക്കുന്നത്. എംബറസ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബണ്ടൻസ് ആണ്. അതായത് നമ്മുടെ ഹൈന്ദവ വിശ്വാസ പ്രകാരമൊക്കെ പറയുമ്പം മഹാലക്ഷ്മി അനുഗ്രഹം, അതായത് ധനയോഗമുള്ള ഒരു സമയത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ അത്രത്തോളം, മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതത്തോടു കൂടി കണ്ണു തുറന്ന് നോക്കുന്ന ഒരു എനർജിയാണ്. അത്രത്തോളം പ്രഷ്യസ് ആയിട്ട് നിങ്ങളെ ആളുകൾ ഫോക്കസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിങ്ങളുടെ എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം ചേഞ്ച് ആകുന്നുണ്ട്. ഇവിടെ നമുക്ക് മെയിനായിട്ട് ഇന്ന് കിട്ടിയിരിക്കുന്നത് ക്രൗൺ ചക്രയുടെ ചേഞ്ചിങ് ആണ്, അതായത് വിധി മാറുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, നിങ്ങൾ താഴ്ന്നു കിടന്നിടത്ത് നിന്നും നിങ്ങളുടെ സ്വയം ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും നിങ്ങൾ തിരിച്ചു വരുന്ന, അതായത് നിങ്ങളുടെ തെടൈ ചക്രയൊക്കെ വലിയ ബ്ലോക്കേജിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. തെടൈ ചക്രയൊക്കെ ബ്ലോക്കേജ് ആയാൽ മുഴുവൻ പ്രോബ്ലംസാണ്, പിന്നെ നമുക്ക് അനങ്ങാൻ പറ്റാത്ത വിധം ബന്ധനമായി പോകും. ആ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് കണ്ണു തുറന്ന് നോക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസിലേക്ക്, ഇതാണ് ഇനി നെക്സ്റ്റ് ആക്ഷൻ ഇന്ന രീതിയിൽ എടുക്കണം, ഇതാണ് ഇന്ന മാർഗത്തിലൂടെ ഞാൻ കടന്നു പോകണമെന്ന് മനസ്സിലാക്കുന്ന എനർജിയിലേക്കാണ് നിങ്ങൾ മാറുന്നത്. ജഡ്ജ്മെൻറ്റിങ് എനർജി വന്നിട്ടുണ്ട് കേട്ടോ. തകർന്നു പോയ ചില ബന്ധങ്ങളൊക്കെ ഇന്ന് കൂടി ചേരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നീതി കിട്ടണമെന്ന് ഓർത്ത് നിങ്ങൾ നടന്ന ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നീതിയും ന്യായവും ലഭിക്കുന്നൊരു സിറ്റുവേഷൻസിലേക്ക് മാറുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ മനസ്സിൽ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. അതായത് എനിക്കിവിടെ പറയാൻ, ചിലപ്പോൾ ഒരു പാർട്ട്നേഴ്സിൻ്റെയൊക്കെ ഇടയിൽ ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള ഫൈറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു എങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അർഹതയുള്ളത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. സെവൻ ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. റിയൂണിയൻ പ്രസൻസ്, അതായത് നമ്മൾ പറഞ്ഞില്ലേ ഫസ്റ്റ് കണ്ട എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു പോയ ചില വ്യക്തികൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു, അതായത് അവരെ തിരിച്ചു വരേണ്ടി വരുന്നു.
അവർക്ക് ആ ഒരു വിധി, അവർക്ക് അങ്ങനെ ഒരു അവസ്ഥ കാലം കണക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങളോടൊപ്പമാണ് ഡിവൈൻ പ്രസൻസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചം ചില തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളെ ചതിച്ച, അത് സൗഹൃദ ബന്ധമാവാം, പ്രണയമാവാം, മറ്റു ഏത് ബന്ധങ്ങളായിക്കോട്ടെ, നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത, നിങ്ങൾക്ക് വേദന നൽകിയ, നിങ്ങളിൽ നിന്നും ഉപകാരം അനുഭവിച്ചിട്ട് നിങ്ങളെ തള്ളിപ്പറഞ്ഞ്, അങ്ങനെ ഏത് സിറ്റുവേഷൻസിൽ നിന്നാണെങ്കിലും നിങ്ങൾ അനുഭവിച്ച, വളരെ പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ ചേർന്ന് നിന്ന, ഇമോഷണലി നിങ്ങൾ ഏറ്റവും ആഴത്തിൽ വിശ്വസിച്ചിട്ട് നിങ്ങളെ ചതിച്ചവരുടെ എനർജിയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നത്. അതൊരു മാപ്പ് ചോദിക്കുന്നതിന്, ക്ഷമ ചോദിക്കുന്ന തരത്തിലുള്ള ഒരു തിരിച്ചു വരവിൻ്റെ എനർജിയാണ് കാണുന്നത്. അത് കാലം കരുതി വെച്ചിരുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതേസമയം ഇന്ന് ചില എനർജികളിൽ മാത്രം ചെറിയൊരു ഫൈറ്റിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കുറേ നാളായിട്ട് മനസ്സിലിങ്ങനെ ചുമന്നുകൊണ്ട് നടന്ന ഒരു ഭയം അല്ലെങ്കിൽ ഒരു സ്ട്രെസ് എനർജി, ആരോടും പറയാതെ നിങ്ങളിൽ തന്നെ വെച്ചിരുന്ന, നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ പവർഫുള്ളായിട്ട് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി നിങ്ങൾ മുഖത്തു നോക്കി ചിലരോട് ഇന്ന് മറുപടി പറയുന്ന സിറ്റുവേഷൻസും, അത് ചിലർക്ക് ശരിക്കും പെയിൻ അനുഭവിക്കാനും നിങ്ങളുടെ മുമ്പിൽ തോറ്റുപോകാൻ, നിങ്ങളുടെ മുമ്പിൽ തല കുനിക്കാനുള്ള ഒരു സാഹചര്യവും വന്നു ചേരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു പക്ഷേ നിങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന ചില വ്യക്തികളോട് നിങ്ങൾ മറുപടി പറയുന്നുണ്ട് വ്യക്തമായിട്ട്. അത് അവരെ സംബന്ധിച്ച് പരാജയം സമ്മതിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി നിങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് നിസ്സഹായതയോടുകൂടി അല്ലെങ്കിൽ തോറ്റ മനസ്സോടുകൂടി ചില വ്യക്തികൾ നിങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. കിങ് ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കരിയർ മേഖലയിലൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു പക്ഷേ നിങ്ങളെ ഓവറായിട്ട് കൺട്രോൾ ചെയ്തിരുന്ന ചില വ്യക്തികളെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു വിൽ പവർ എനർജിയിലേക്ക് അല്ലെങ്കിൽ പൊസിഷൻ ചേഞ്ചിങ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഇന്നലെ വരെ ഭരിച്ചിരുന്ന ചിലരുടെ മുന്നിൽ തിരിച്ച് നിങ്ങൾക്ക് ഭരിക്കാൻ പാകത്തിനുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ കൺട്രോളിൽ കാര്യങ്ങളെ നിർത്താൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങളുടെയും സ്ഥലവും സമയവും മാറുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ്, ബ്ലാക്ക് മാജിക് എന്ന് പറയാൻ പറ്റില്ല, ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ്. ഒരു പക്ഷേ അതൊരു ബന്ധത്തിൽ പോലും ആവാം, സ്നേഹബന്ധത്തിൽ പോലും ആവാം. നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന, നിങ്ങളെ ബന്ധനത്തിലാക്കിയ ചില ഇടങ്ങളിൽ നിന്നും തിരിച്ച് നിങ്ങൾക്ക് ബന്ധനത്തിലാക്കാൻ പറ്റുന്ന സാഹചര്യം തെളിഞ്ഞു വരുന്നുണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയും ഉണ്ട്. സെൽഫിഷ് മെൻറ്റാലിറ്റിയിലേക്ക്, അതായത് സെൽഫ് ലവ് എനർജിയിലേക്ക് മാറുന്ന സമയമായി. പിന്നെ ഹാപ്പി ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കേണ്ട സമയമൊക്കെയാണ് ഇന്നത്തെ ദിവസം കേട്ടോ. അതായത് കുറച്ച് ഫാമിലിയിലേക്കും കുറച്ച് നിങ്ങളിലേക്കും നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക എന്നുകൂടി കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റിംഗ് ചെയ്തെടുക്കാനുള്ള ഒരു പവറും വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നമുക്കിന്ന് ഏഞ്ചൽസ് നൽകിയിരിക്കുന്നത് റൊമാൻസാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്ന റൊമാൻസാണ്. അതായത് ഇമോഷണൽ അബണ്ടൻസ്. ഈ ഇഷ്ടം, സ്നേഹത്തെയൊക്കെ ഹൈഡ് ചെയ്ത് പിടിക്കുന്നവർ, അതല്ലെങ്കിൽ സ്നേഹിക്കാൻ അറിയില്ലാത്ത വ്യക്തികളുടെ എനർജിയിലേക്കാണ് നമുക്കിത് വന്നിരിക്കുന്നത്. ഒന്ന് മനസ്സ് തുറന്ന് സ്നേഹിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു റൊമാൻസിൽ നിങ്ങളുടെ ഒപ്പമുള്ളവരോട് സ്നേഹത്തിൽ സംസാരിക്കുക. ഒരു ചെറിയ തമാശയും ഹാപ്പി മൊമെൻറ്റ്സൊക്കെ ഇന്ന് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് കാണുന്നത് കേട്ടോ. എസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ ട്രാവലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കാനൊക്കെ ഇങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യത്തിനുള്ള ഒരു ആക്ഷൻ എനർജി അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകാനുള്ള തീരുമാനങ്ങൾ, അതല്ലെങ്കിൽ ട്രാവലിങ്, എന്താണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെ അത് വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് എനർജിയിൽ ഇങ്ങനെ മൈൻഡ് സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്കത് കണക്റ്റ് ചെയ്യാമെന്നാണ് കാണുന്നത്. ഏഞ്ചൽസ് പിന്നെ വന്നിരിക്കുന്നത് നോ പറഞ്ഞിട്ടുണ്ട്. ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഉത്തരവാദിത്തങ്ങൾ ഇന്നത്തെ ദിവസം ഏറ്റെടുക്കരുത് കേട്ടോ. സാമ്പത്തികപരമാകുന്ന ഒരു ബാധ്യതകളും നിങ്ങൾ നിങ്ങളുടെ അല്ലാതെ മറ്റാരുടെയും ഏറ്റെടുക്കരുത്. അത് നിങ്ങൾക്ക് അപകടകരമാണ്. പിന്നെയും നമുക്ക് നോയുടെ എനർജിയാണ് നൽകിയിരിക്കുന്നത്. അവിടെയും നമുക്ക് പറഞ്ഞിരിക്കുന്നത് സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളും വിഘ്നങ്ങൾ, തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങളിൽ. അതുകൊണ്ട് അവിടെയും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് എനർജിയെ കൺട്രോൾ ചെയ്യുക കേട്ടോ.
നെക്സ്റ്റ് മനസ്സിനകത്തൊരു കാര്യം ചിന്തിക്കുക. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് അതെന്താണ് നിങ്ങൾക്ക് ഏഞ്ചൽസ് നൽകുന്നതെന്നുകൂടി നമുക്കൊന്ന് നോക്കാം കേട്ടോ. എന്നും നമ്മൾ പറയാറുള്ള പോലെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്ത് കാര്യത്തെക്കുറിച്ചാണ് ഇപ്പം നിങ്ങൾക്കൊരു മറുപടി കിട്ടേണ്ടത്, ആ കാര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. ഏഞ്ചൽസ് എന്താണ് നിങ്ങളോട് ആ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച കാര്യത്തെ കണക്റ്റ് ചെയ്ത് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പ്ലീസ് ലുക്ക് ഫോർ എ സൈൻ എന്നാണ് കേട്ടോ. നിങ്ങൾ എന്ത് കാര്യമാണോ ചിന്തിച്ചത് അതിന് നിങ്ങളൊരു തീരുമാനം എടുക്കും മുമ്പ്, ആക്ഷൻ എടുക്കും മുമ്പ്, അല്ലെങ്കിൽ പറയും മുമ്പൊക്കെ നിങ്ങൾ ലുക്ക് ഫോർ എ സൈൻ. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ ഒരു സിറ്റുവേഷൻസിന് അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു സൈൻ നിങ്ങൾക്ക് കിട്ടും. ഒരു ടോക്സിക് സിറ്റുവേഷൻസ് ആണ് കേട്ടോ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചത്. ഒരു പക്ഷേ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന, നിങ്ങൾക്ക് വിട്ട് കളയാൻ പറ്റാത്ത, നിങ്ങൾക്ക് ചുറ്റും വേറെ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ വേറെ കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് എത്ര ചെയ്തിട്ടും ഇതിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുകയാണ്, നിങ്ങൾക്കിത് വിട്ട് കളയാൻ പറ്റുന്നില്ല. അത്ര പ്രഷ്യസ് ആയ ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കാം നിങ്ങൾ ചിന്തിച്ചത്. അതിനെക്കുറിച്ച് ലുക്ക് ഫോർ എ സൈൻ. നിങ്ങൾക്ക് ഇതിനു വേണ്ട കാര്യങ്ങൾ പ്രകൃതിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളൊന്ന് ഒരു അടയാളത്തിനായി നോക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. ഒരടയാളം നിങ്ങൾക്ക് വന്നു ചേരും. അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ.